وعن أبي أمامة الباهلي رضي الله عنه أنه قال سأل رجل النبي صلى الله عليه وسلم فقال ما الإيمان يا رسول الله؟ قال طيب الكلام وإطعام الطعام. فقال وما الإثم يا رسول الله؟ قال إذا سرتك حسنتك وساءتك سيئتك فأنت. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് ഒരാള് വന്നു. അദ്ദേഹം ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, വൽ ഈമാൻ, ഈമാൻ എന്താണ്? ഈമാൻ ഉണ്ട് എന്നതിന്റെ അടയാളം ഏതൊരാൾക്കും ഏത് സമയത്തും ഒരു കണ്ണിമ വെട്ടുന്ന സമയം പോലും നീങ്ങിപ്പോവാൻ പാടില്ലാത്തതാണ് ഈമാൻ. മരിക്കുന്ന സമയത്ത് ഈമാനോടെ മരിക്കണം. ഈമാൻ വളരെ കറക്റ്റാണെങ്കിൽ 5 നിസ്കാരങ്ങൾ കൃത്യമായി നിസ്കരിക്കുകയും റമളാൻ നോമ്പ് അനുഷ്ഠിക്കുകയും ചെയ്താൽ പാപങ്ങളെല്ലാം അല്ലാഹു പുറത്തു കൊടുക്കും. അവന്റെ എല്ലാ നന്മകളും അല്ലാഹു സ്വീകരിക്കും. മുആദ് റളിയല്ലാഹു അൻഹുവിനോട് തങ്ങളിതു പറഞ്ഞപ്പോ മുആദ് തങ്ങൾ ചോദിച്ചു, എന്നാൽ പിന്നെ ഞാനത് ആളുകളോടൊക്കെ അങ്ങ് പറയട്ടെ, ആളുകൾ സന്തോഷിക്കുമല്ലോ. ഈമാൻ വളരെ കൃത്യമാണ്, 5 നിസ്കാരങ്ങളും കൃത്യമാണ്, റമളാൻ നോമ്പും കൃത്യമാണ്. പിന്നെ മനുഷ്യ സഹജമായി ചെയ്യുന്ന പാപങ്ങളൊക്കെ പുറത്തുപോകും. എങ്കിൽ പിന്നെ ആളുകൾ എന്തൊരു സുഖമാണ്. തങ്ങൾ പറഞ്ഞു, അത് പറയേണ്ട, ദഅഹും, ആളുകളെ വിട്ടേക്ക്, യഅമലു, അവര് അമല് ചെയ്തോട്ടെ. ഇതിന്റെ യഥാർത്ഥം അറിഞ്ഞാൽ പിന്നെ ആരും അമലൊന്നും ചെയ്യില്ല. അപ്പൊ അത്രയ്ക്ക് ശ്രദ്ധിക്കപ്പെടേണ്ടതാണ് ഈമാൻ. ഒരു മുഅ്മിനായ മനുഷ്യന് എപ്പോഴും അതിനെക്കുറിച്ച് പേടിയാണ്. എന്റെ ഈമാൻ നഷ്ടപ്പെടുമോ? ഈമാനിന് വല്ല കളങ്കം സംഭവിക്കുമോ? അങ്ങനെ പേടിച്ചുകൊണ്ടിരിക്കുന്നവനാണ് മുഅ്മിൻ. എങ്കിൽ എന്റെ ഈമാന് അത് ഉണ്ട് എന്നതിന് അടയാളം എന്താണ് ചോദിക്കുന്നത്? നമുക്കൊക്കെ ആവശ്യമുള്ളൊരു കാര്യം, നമ്മുടെ ഈമാൻ അത് കൃത്യമാണോ? ഈ നിമിഷം ഞാനോ നിങ്ങളോ അങ്ങ് മരിച്ചുപോയാൽ യഥാർത്ഥ മുഅ്മിനായി മരിക്കുമോ? നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ എന്തെങ്കിലുമൊക്കെ ചാൻസ് ഉണ്ടോ? മറ്റുള്ളവർ നമുക്ക് വേണ്ടി ദുആ ചെയ്താൽ നമുക്കത് ലഭിക്കുമോ? മരിച്ചതിന് ശേഷം ബന്ധുമിത്രാദികളും സ്നേഹജനങ്ങളും നമുക്ക് ദാനധർമ്മങ്ങൾ ചെയ്യുന്നതും ദുആ ഇരയ്ക്കുന്നതും ഖുർആൻ ഓതുന്നതും ദിക്ർ ചൊല്ലുന്നതും അതൊക്കെ നമുക്ക് ഖബറിൽ ഉപകരിക്കണമെങ്കിൽ ഈമാൻ വേണം. അതുകൊണ്ട് ആ രൂപത്തിലുള്ള ഈമാൻ എനിക്ക് ഉണ്ടോ?
എന്നറിയാൻ എന്താണ് തങ്ങളെ വഴി എന്നാണ് ചോദ്യം. തങ്ങൾ പറഞ്ഞു, അതിന് എളുപ്പമുണ്ട്. ഇദാ സറത്തുക ഹസനതുക വസാഅതുക സയ്യിഅതുക ഫഅൻത മുഅ്മിൻ. ഒരു നന്മ ചെയ്യുന്ന സമയത്ത് ആ ചെയ്തതിൽ ഉണ്ടാകുന്ന നിന്റെ മാനസികമായ സന്തോഷം. ഇന്ന് സുബ്ഹ് നിസ്കാരത്തിൽ കൃത്യമായി ജമാഅത്തിൽ എത്തിച്ചേരാൻ സാധിച്ചില്ല. ഇന്ന് പതിവ് പോലെ ചൊല്ലുന്ന ദിക്റുകൾ ചൊല്ലാൻ സാധിച്ചില്ല. 2 പേജെങ്കിലും എനിക്ക് ഖുർആൻ ഓതാൻ സാധിച്ചില്ല. ഇന്ന് ഒരു പാവപ്പെട്ടവന് ഒരു സഹായം നൽകാൻ സാധിച്ചില്ല. ഇങ്ങനെ എന്തെങ്കിലും ഒരു നന്മ ചെയ്യുമ്പോൾ അത് ചെയ്തതിന്റെ പേരിൽ നിന്റെ ഹൃദയത്തിൽ വലിയ സന്തോഷം. വസാഅതുക സയ്യിഅതുക, ദുർഫല നിമിഷത്തിൽ സംഭവിച്ച ഒരു തിന്മ, അതിന്റെ പേരിൽ നിന്നെ ദുഃഖം വന്നു. ആ തിന്മ ചെയ്തത് നിന്നെ ദുഃഖിപ്പിക്കുന്നു. വേണ്ടില്ലായിരുന്നു, അപ്പൊ ഞാനത് ചെയ്തു പോയി. ഇന്നിപ്പോ രാവിലെ തന്നെ അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചു പോയല്ലോ, അത് വേണ്ടില്ലായിരുന്നു. ഇങ്ങനെ എന്തെങ്കിലും ഒരു തിന്മ നിന്നിൽ നിന്ന് സംഭവിച്ചാൽ നിനക്ക് അതിന്റെ പേരിൽ അപാരമായ ദുഃഖം, സങ്കടം, വിഷമം ഹൃദയത്തിൽ പ്രകടമാവുകയും ഒരു നന്മ ചെയ്തതിന്റെ പേരിൽ സന്തോഷം പ്രകടമാവുകയും ചെയ്താൽ ഫഅൻത മുഅ്മിൻ, നീ ഒരു മുഅ്മിനായ മനുഷ്യൻ, ഈമാനുള്ളവനാണ്. ഈമാനാണ് ത്വാഅത്ത് ചെയ്തതിന്റെ പേരിൽ നിന്നെ സന്തോഷിപ്പിച്ചത്. ഈമാനാണ് തിന്മ ചെയ്തതിന്റെ പേരിൽ നിന്നെ ദുഃഖിപ്പിച്ചത്. ഓരോരുത്തരും അവനവന്റെ അനുഭവങ്ങളിലേക്ക് മടങ്ങി നോക്കൂ. നമുക്ക് അങ്ങനെ സന്തോഷം വരാറുണ്ടോ? ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ആർക്കെങ്കിലും ഒരു തിന്മ സംഭവിച്ചു പോയാൽ അതിന്റെ പേരിൽ ദുഃഖം വരാറുണ്ടോ? പ്രത്യക്ഷത്തിൽ പ്രകടിപ്പിക്കുന്നുണ്ടോ ഇല്ലേ എന്നല്ല, ആത്മാർത്ഥമായി തന്റെ ഹൃദയത്തിൽ നിന്ന് നന്മയോടുള്ള സന്തോഷവും തിന്മയോടുള്ള ദുഃഖവും വരാറുണ്ടോ? അൻത മുഅ്മിൻ, നീ എങ്ങാനും ഈ അവസരത്തിൽ മരണപ്പെട്ടാൽ നീ 100% മുഅ്മിനാണ്. അപ്പോ ആ ആള് ചോദിച്ചു, വമൽ ഇസ്മു, പിന്നെ എന്തൊക്കെയാ കുറ്റം? എന്തൊക്കെയാ കുറ്റം എന്ന് ചോദിച്ചതിന്റെ അർത്ഥം, ഒരു കാര്യം ശറഇൽ, ഖുർആനിൽ, ഹദീസിൽ വ്യക്തമായി തെറ്റാണെന്ന് വരാത്ത, കള്ളുകുടി തെറ്റാണ്, വ്യക്തമായി വന്നതാണ്. കൊല നടത്തൽ തെറ്റാണ്, അത് വ്യക്തമായിട്ട് വന്നതാണ്. അങ്ങനെ വ്യക്തമായി ഖുർആനിലും ഹദീസിലും ഒന്നും വരാത്ത ഒരു കാര്യം അതൊരു കുറ്റമാണ് എന്ന് മനസ്സിലാക്കാൻ എന്താണ് അടയാളം? അതിനെന്താണ് പോംവഴി? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ ഹാക ഫീ സദ്രിക ശൈഉൻ ഫദഅഹു, നിന്റെ ഹൃദയത്തിൽ തന്നെ ആ കാര്യം ചെയ്യുന്നതിനോട് ഒരു ശക്തമായ ഇടയാണ്. അത് നന്നാവും, അത് പ്രശ്നാവും, വേണോ വേണ്ടേ? അങ്ങനെ നിനക്ക് ഹൃദയത്തിൽ അനുഭവപ്പെടുന്ന ഒരു കാര്യമാണെങ്കിൽ ഫദഅഹു, അതങ്ങ് വിട്ടാളാം. അത് ചെയ്യണ്ട, അത് തിന്മയാണ്. ലൈഫ് ഇൻഷുറൻസ് അതിൽ ചേർന്നാൽ എന്താ? ഇപ്പോ തെറ്റാവോ? അത് പാടുണ്ടോ? ഭയങ്കര സംശയം. അതുപോലെ കുടുംബശ്രീ, അതിൽ ഭാഗവാക്കാവാൻ പറ്റൂ?
ഇതിനെന്തി തകരാറുണ്ടാവോ ചോദിച്ചാലോ പല ആൾക്കാരും പല മറുപടിയും പറയും. എന്താണ് അതിന്റെ അവസ്ഥ? ഇങ്ങനെ നിന്റെ മനസ്സിൽ തറദ്ദുദ്, ഒരു സംശയം, ഇടയാട്ടം ഉണ്ടാകുന്ന ഏത് കാര്യമാണെങ്കിലും അതിന്റെ പിറകെ പോണ്ട. എന്നാൽ കുറ്റത്തിൽ നിന്ന് സലാമത്താവാൻ പറ്റും. അത് ചെയ്യാതിരുന്നാൽ പ്രശ്നമാകുമോ? അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഒരു പ്രശ്നമാകുമോ? എങ്കിൽ അത് ചെയ്യണം. അതിന്റെ വിപരീതത്തെ ഉപേക്ഷിക്കണം. ഇനി ചെയ്യാതിരുന്നിട്ട് പ്രശ്നമാവണ്ട. ചെയ്താൽ പ്രശ്നമാകുമോ? എന്നാ പിന്നെ ചെയ്യണ്ട, ചെയ്തിട്ട് പ്രശ്നമാവണ്ട. ഇങ്ങനെ നിന്റെ ഹൃദയത്തിൽ തറദ്ദുദുള്ള, സംശയമുള്ള അത്തരം കാര്യങ്ങൾക്കാണ് കുറ്റം കുറ്റം എന്ന് പറയുന്നത്. അത് നീ ഉപേക്ഷിച്ചാളാണ്. വളരെ സമഗ്രമായ ആശയമുള്ള ഒരു ഹദീസാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. ഫുഖഹാ ഒട്ടുമിക്ക അഹ്കാമുകളും ഈ ഹദീസിൽ നിന്നാണ് ഇസ്തിൻബാത്ത് ചെയ്തിട്ടുള്ളത്. അല്ലാഹു പഠിച്ച് പകർത്താൻ തൗഫീഖ് നൽകട്ടെ. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل فينا ولا منا ولا معنا شقيا ولا مطرودا ولا محروما